മുംബൈയിലെ രേവതിക്കുട്ടി പുതിയ ജീവിതത്തിലേക്കോ? അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ രോഹിത്ത് രേവതിക്കുട്ടിയെ അനുസരിക്കുന്നതും രേവതിക്കുട്ടി രോഹിത്തിനെ മാറി ചിന്തിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ രണ്ട് മൂന്ന് ഹിൻ്റൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് തരുന്നുണ്ട്. അതായത് കൃഷ്ണമോള് പറയുന്നുണ്ട്, രോഹിയേട്ടൻ ആരുടെ മുൻപിലും ഇങ്ങനെ പുച്ഛമടക്കി മിണ്ടാതെയൊന്നും ഇരുന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ഭക്തിയും അത് തന്നെ പറയുന്നു. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മുൻപിൽ രോഹിയേട്ടൻ തോറ്റു നിൽക്കുന്നത് ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. എന്തായാലും രോഹിത്തിൻ്റെ പെയറായിട്ട് നമ്മുടെ രേവതിക്കുട്ടി തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത് എന്ന്. ഇതേ സമയം ആ ഒരു സൂചന തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലും തരുന്നത്. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ പറയുന്നുണ്ട്, രോഹിത് ബാലചന്ദ്രൻ, നിങ്ങളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ നിങ്ങളൊരു മുരടനാണ് എന്നാണ് വിചാരിച്ചത്, ഒരു വൃത്തികെട്ടവനാണ് എന്നാണ് വിചാരിച്ചത്. നിങ്ങളെ അടുത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി നിങ്ങളെ ബോധ്യപ്പെട്ടു, ഇഷ്ടമായി എന്നിങ്ങനെ പറയാൻ കേട്ടോ. നിങ്ങളോടുള്ള എൻ്റെ സമീപനം മാറി, സംസാരവും മാറി എന്ന് പറയുമ്പോൾ രോഹിത്തിന് നല്ല രീതിയിൽ സന്തോഷവും സ്നേഹവും രേവതിക്കുട്ടിയോട് തോന്നുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത് രേവതിയോട് പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നീ പറഞ്ഞതുമാതിരി തലതെറിച്ച ഒരു വൃത്തികെട്ട സ്വഭാവം തന്നെയായിരുന്നു എന്നെ ഈ സ്വഭാവത്തിലേക്ക് എത്തിച്ചതും ഈ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിച്ചതും അലീന ചേച്ചി തന്നെയാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ ചേച്ചി സ്നേഹത്തിലൂടെ എല്ലാവരെയും മാറ്റിയെടുക്കുകയാണ്. എന്തായാലും ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞ് അവർ വിട പറയുന്നൊരു കാഴ്ചയും വേർപിരിയുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നല്ലൊരു എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നുണ്ട്, നല്ലൊരു ജോഡിക്ക് തുടക്കം കുറിക്കുന്നുണ്ട്.